പി.കെ. കുഞ്ഞാലിക്കുട്ടി തത്സമയം. ഔദ്യോഗികമായി ഒരു തീരുമാനം എടുക്കേണ്ടത് UDF ആണ്. ഇപ്പോൾ അവിടെ ബൈ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് സംബന്ധിച്ച് നമ്മൾ എന്തായാലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ആ തീരുമാനം ഇനി UDF എടുത്താൽ മതി. UDF ആണ് അത് സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടതെന്നാണ് ലീഗിൻ്റെ ഈ കാര്യത്തിൽ. ലീഗിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ അൻവറിന് ഈ ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുണ്ട്. അത് ശരിയല്ല. ഞങ്ങളായിട്ട് ആലോചിച്ചിട്ടില്ല. ഞങ്ങളായിട്ട് യാതൊരു നമുക്ക് സർപ്രൈസാണ്. നമ്മളായിട്ട് യാതൊരു ആലോചന ഇത് സംബന്ധിച്ച് നടന്നിട്ടില്ല. വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് ഒരു സോഫ്റ്റ് പാർട്ടിയാണ്. ഞാൻ പറഞ്ഞില്ല, ഇത് സംബന്ധിച്ച് ഒരു കമൻറ്റ് ഇത് സംബന്ധിച്ച് ഒരു കമൻറ്റ് ഞങ്ങൾ ഈ തീരുമാനം അറിഞ്ഞിട്ടില്ല. ഇന്ന് പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അല്ലാത്ത ഒരു കാര്യങ്ങളും പറയുന്നത് ശരിയല്ല. നമുക്ക് സർപ്രൈസാണ്. മനസ്സിലായില്ലേ? അൻവർ ഇന്ന് എന്തോ പത്രസമ്മേളനം നടത്തി പറയാൻ പോകുന്നുണ്ട് എന്ന് ഏഷ്യാനെറ്റിൽ ഏതോ ചാനൽ ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഏതായാലും ശരി, ഇനിയുള്ള കാര്യങ്ങൾ UDF ആലോചിച്ചിട്ടേ ഞങ്ങൾ പറയുള്ളൂ. അപ്പോൾ തന്നെ അൻവർ ഒരു കാര്യം പറഞ്ഞു, നിലമ്പൂരിൽ BSY മത്സരിക്കട്ടെ, ഷൗക്കത്ത് വേണ്ടെന്നൊക്കെയാണ്. വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ അൻവർ പറയുന്നത് UDF തലവേദനയാവില്ലേ? അതെന്നെ പറഞ്ഞത്. ഇനി ഈ കാര്യങ്ങൾ UDF ആണ് ആലോചിക്കേണ്ടത്. അതുകൊണ്ട് അത് കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ളവർക്ക് കോൺഗ്രസ് ആണ് അത് സംബന്ധിച്ച് ആദ്യം ആലോചിക്കേണ്ടത്. അതിനുശേഷം ആ കാര്യം ആലോചിക്കേണ്ടത് UDF ആണ്. UDF കൂട്ടായി എടുക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെ ആയിരിക്കും ഈ വിഷയത്തിൽ ലീഗ്. സംസാരിക്കുന്നുണ്ടായിരുന്നു മുസ്ലിം ലീഗ് ഒരു സോഫ്റ്റ് പാർട്ടിയാണെന്നൊക്കെ വാർത്താ സമ്മേളനത്തിൽ. ലീഗിനെ പുകഴ്ത്തിക്കൊണ്ടാണ് അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ ചില സമയത്തുണ്ടായിരുന്നത്. അതായത് നിങ്ങളാരെങ്കിലും ആണ് പുകയത്തി തരാൻ നിങ്ങൾക്ക് സന്തോഷം തോന്നൂലേ? അതുമാതിരി നല്ലത് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. വന്നാൽ സന്തോഷമാണ്. ആര് പറഞ്ഞാലും സന്തോഷമാണ്. ഇതിനുശേഷം കോൺഗ്രസ് നേതാക്കളായിട്ട് ആശയവിനിമയം നടത്തി എങ്ങനെ എന്ത് ചെയ്തു ഈ അൻവറിന്റെ പത്രസമ്മേളനത്തിന് ശേഷം? ഇന്ന് വന്നതിന് ശേഷം വാർത്ത വന്നതിന് ശേഷം വിളിച്ചു. പ്രതിപക്ഷ നേതാവിനെയും മറ്റെല്ലാ നേതാക്കന്മാരെയും കോൺഗ്രസ് നേതാക്കന്മാരെ കിട്ടിയവരൊക്കെ വിളിച്ചു. ഇനി ബാക്കിയുള്ളവരിപ്പോൾ വിളിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് നമുക്ക് UDF കൂടി ആലോചിക്കാം. 2026 ഭരണത്തിൽ തിരിച്ചെത്താൻ സാധ്യമായ എല്ലാ വഴിയും പരീക്ഷിക്കുമെന്നാണ് അന്ന് തങ്ങൾ പറഞ്ഞത്. അതിൽ അൻവറിന്റെ സഹകരണം കൂടി ഒരു വല്ല വഴിയായിരിക്കും. അല്ല, തങ്ങൾ പറഞ്ഞിടത്ത് തന്നെയാണ് ലീഗ് നിൽക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് സാധ്യമായ എല്ലാ വഴികളും എന്നുള്ളതാണ്. അത് ഈ കാര്യം UDF ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ. അത് ലേറ്റസ്റ്റ് വിഷയം ഇപ്പോൾ വന്നതല്ലേ. അന്ന് ഈ വിഷയം ഇല്ലല്ലോ. ഇപ്പോൾ വന്നത് UDF ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എന്താ അതൊക്കെ നമ്മൾ എങ്ങനെ ഇത്ര ഒരു കൊല്ലം ജില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് UDF എപ്പോഴും സജ്ജാണല്ലോ. അതിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളും ഒക്കെ നമ്മൾ ഇവിടെ തെളിയിച്ചില്ലേ. UDF എപ്പോഴും സജ്ജാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു. ഉപതെരഞ്ഞെടുപ്പിലും വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല. UDFന് നല്ല വിജയമുണ്ടായി. ഇപ്പോൾ അതുകൊണ്ട് UDF സജ്ജാണ്. ആ കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾ കൂട്ടായ ഒരു തീരുമാനം എടുക്കും. ഉടനെ തീരുമാനം ഉണ്ടാവുമോ? ഉടനെ തന്നെ വേണ്ടി വരും. വൈകാൻ പറ്റൂലല്ലോ. ശരി.